നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലും കപ്പയുമാണ്. ഒരുപാട് പ്രൊസീജിയറൊന്നും ഇല്ലാണ്ട് പ്രഷർ കുക്കറിൽ ഒരു 5-8 വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്താൽ നല്ല കിടിലനായിട്ടുള്ള എല്ലും കപ്പയും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി ആട്ടോ ഇത്. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ എല്ലും കപ്പയും റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. എല്ലും പൂളയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫിൻ്റെ എല്ലാണിത്. കുറച്ച് എല്ലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പീസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെയുള്ള കുറച്ച് പീസുകളൊക്കെ ഉണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ. ഇത് ബീഫിൻ്റെ സ്പ്ലീൻ ഉണ്ടല്ലോ, ആ സ്പ്ലീനിൻ്റെ കുറച്ച് പീസുകളൊക്കെ ഉണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് മസാലയെല്ലാം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അധികം സ്ട്രെയിനൊന്നും ഇല്ലാണ്ട് ഒരുപാട് വഴറ്റി ഒന്നും ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എല്ലും പൂളയിലോട്ട് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10ഓളം ചെറിയ ഉള്ളി എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കാം. പിന്നെ പച്ചമുളക് എടുക്കാം. എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. എനിക്ക് വളരെ കുറച്ച് എരിവ് മതി, അപ്പോൾ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതുപോലെ മല്ലിപ്പൊടി എടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. ഒരുപാട് മല്ലിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു എല്ലും പൂളയാണ്. പിന്നെ ഇഞ്ചി, 1 ഇഞ്ചി നീളമുള്ള ഇഞ്ചിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയുടെ ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ച് നീളമുള്ള പട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഈ അരപ്പിനെ ഞാൻ ഈ എല്ലിലോട്ട് ഒഴിക്കുകയാണ്. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ. ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ചൂടുവെള്ളം തന്നെ ഒഴിക്കുന്നത്, പെട്ടെന്ന് റെഡി ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. 3ഓ 4ഓ വിസിൽ വന്നോട്ടെ. നന്നായിട്ട് തന്നെ എല്ല് കുക്കായിട്ട് വന്നു. ഇപ്പോഴ് ഏകദേശം 5-6 വിസിൽ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലെ പ്രഷർ ഒന്ന് പോകട്ടെ. അതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. ഇവിടെ ഞാൻ കപ്പ എടുത്തിട്ടുണ്ട്. 1.5 കിലോ കപ്പയാണിത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. നല്ല മസാലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. എല്ലൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർക്കാണ്. നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചേർക്കാം. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ എല്ലിൽ നല്ല നെയ്യൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഓൾറെഡി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പം ഞാൻ ഇനി വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ഒരുപാട് ചേർത്താലും നമ്മുടെ എല്ലും കപ്പയും കുറച്ച് ലൂസായി പോകും. അപ്പോൾ ഇത് തന്നെ ആവശ്യത്തിനുണ്ട്. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ. ഞാൻ നേരത്തെ വെള്ളം ചേർത്തല്ലോ, അപ്പോൾ ഇനി ഇവിടെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. മസാലയിൽ നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കപ്പയുടെ വേവിനനുസരിച്ചാട്ടോ ഇനി അടുത്ത വേവിക്കൽ. അങ്ങനെ 2 വിസിൽ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇനി ഇതിലെ പ്രഷറൊക്കെ പോകട്ടെ. അതിനുശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ഞാനിവിടെ ഒരു പൊട്ടാറ്റോ മാഷർ എടുത്തിട്ടുണ്ട്. ഈ പൊട്ടാറ്റോ മാഷർ കൊണ്ട് നമുക്ക് ഈ കപ്പ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞ് വരട്ടോ. എന്നിട്ട് ഈ മസാലയൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ എല്ലും കപ്പ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ എല്ലിൽ പിടിച്ചിരിക്കുന്ന കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട്. ബാക്കി കപ്പയൊക്കെ മുഴുവനായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. നല്ല മസാലയുടെയൊക്കെ ഫ്ലേവർ വരുന്നുണ്ട്. ഒരുപാട് പൗഡേഴ്സൊന്നും ഞാൻ ചേർത്തിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല മസാല തന്നെയുണ്ട്. നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ടല്ലോ.
ഇത് കുറച്ച് സമയം വെച്ചാൽ ഒന്നുകൂടി ഡ്രൈ ആയി വരും. ഇപ്പം തന്നെ ഡ്രൈ ആയിട്ടോ. നേരത്തെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയ ഇൻസ്റ്റൻറ്റ് എല്ലും കപ്പയും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് വഴറ്റി മസാലയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നല്ല ഫ്ലേവർ വരുന്നുണ്ട്, നല്ല ടെംപ്റ്റിംഗ് ഫ്ലേവറാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കിയാലോ. കുറച്ചെടുക്കാം. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ഇനി ഇത് വയ്ക്കുന്നില്ല, വേഗം ഞാൻ കഴിക്കുകയാണേ.